ഫാറ്റ് സെൽസ് ഈ പ്രത്യേക സ്ഥലത്ത് സ്പോട്ടായിട്ട് റിഡക്ഷന് വേണ്ടി വരുന്നതിൽ വൺ ഓഫ് ദ മെയിൻ തിങ് ഇസ് ഗൈനക്കോമാസ്റ്റിയ. വാട്ട് ഇസ് ഗൈനക്കോമാസ്റ്റിയ എക്സാക്ട്ലി? ഫാറ്റ് സെൽസും അതുപോലെ തന്നെ ഫീമെയിൽസിലുള്ള പോലെ ബ്രസ്റ്റ് ഗ്ലാൻഡും കൂടെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ശരിക്കും ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയാം. ഫാറ്റ് കൊണ്ട് മാത്രമായിട്ടും ആ സിമിലർ ഷേപ്പ് വരാം. അത് യൂഷ്വലി പേഷ്യൻ്റ് അത്യാവശ്യം ഫാറ്റ് റിഡക്ഷനും അത്യാവശ്യമായിട്ടുള്ള ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടിലേക്ക് വരാം. ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു സോളിഡ് ടിഷ്യൂ ആണ്, അത് ഒരു രീതിയിലും മാറ്റാൻ പറ്റില്ല. ചില ആൾക്കാർ ഉടച്ച് കളയാൻ നോക്കുന്നു, പിന്നെ ചില ആൾക്കാർ നമ്മൾ ഇത് ഗൈനക്കോമാസ്റ്റിയ കുറയ്ക്കാനായി ജിമ്മിൽ പോയിട്ട് ഇത് കൂടിയെന്ന് പറഞ്ഞു വരും. എന്താ അത് സംഭവിക്കുന്നത് ആക്ച്വലി? രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഫാറ്റ് നന്നായിട്ട് കുറയും. ഈ ഗ്ലാൻഡിന്റെ ചുറ്റുമുള്ള ഫാറ്റ് പോകുമ്പോൾ ഗ്ലാൻഡ് കുറേ കൂടെ എവിഡന്റ് ആവുന്നു. അത് വൺ മെക്കാനിസം. രണ്ട്, ഈ ഗ്ലാൻഡ് ഓൾറെഡി ഇരിക്കുന്നത് ചെസ്റ്റ് മസിലിന്റെ മുകളിലാണ്. പെക്ടോറാലിസ് മസിൽ, ഈ ചെസ്റ്റിന്റെ മസിൽ വലുതാവുമ്പോൾ ആ മസിൽ ഇതിനെ അങ്ങ് ഗ്ലാൻഡിനെ ഇത്തിരി പുഷ് ചെയ്യുന്നു എന്നും പറയാം. എന്നാൽ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഗൈനക്കോമാസ്റ്റിയ വലുതാവുന്നതല്ല. ഗൈനക്കോമാസ്റ്റിയ ഉള്ള പലരും ഒരു ടീഷർട്ട് ഇടുമ്പോഴൊക്കെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. മെയിൻലി അവർ പറയുന്ന ഒരു കോണിക്കൽ ഷാർപ്പ് ഒരു ഫെമിനിൻ ചെസ്റ്റ് ആണെന്ന് പറയുന്നത്. വാട്ട് ഇസ് റീസൺ ഫോർ ദാറ്റ്? അത് മെയിൻലി ഗൈനക്കോമാസ്റ്റിയയുടെ ഗ്ലാൻഡ് കാരണമാണ്. ഗ്ലാൻഡ് ഇപ്പോൾ ഫാറ്റ് പോലെ അല്ലാതെ ഹെവി ആയതുകൊണ്ട് യൂഷ്വലി ഒരു ഹാങ് ചെയ്യാനുള്ള ഇത് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു ഫീമെയിൽ ബ്രസ്റ്റ് പോലെ ഒരു കോണിക്കലായിട്ടുള്ള ഷേപ്പ് അവിടെ വരുന്നത്. വെയിറ്റ് ആണ് മെയിൻ ഇഷ്യൂ. കാരണം ഗ്ലാൻഡ് ഇസ് ഹെവിയർ ദാൻ ഫാറ്റ്. മേ ബി ഇനിഷ്യൽ 6 monthsലോ 1 yearലോ ഒക്കെ മേ ബി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്താൽ ഇംപ്രൂവ് മരുന്ന് വെച്ചിട്ട് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തേക്കാം. ഒരു മോർ ദാൻ 1 year ആയി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഗൈനക്കോമാസ്റ്റിയയിൽ എന്തൊക്കെ ചെയ്താലും ആ ഗ്ലാൻഡിനെ ഒരു രീതിയിലും കളയാൻ പറ്റില്ല. സർജിക്കലി തന്നെ റിമൂവ് ചെയ്യാനേ പറ്റൂ.